വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 29-ാം തീയതി 12-ാം മാസം 2025 രാവിലെ 7:10 ആയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഈ NSE സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്? ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത്? കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, വളരെ അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് എനിക്ക് എൻ്റെ അറിവിൽ ഒരു 80% റീറ്റെയിൽ ട്രേഡേഴ്സ്, അതായത് എന്നെ പോലെയുള്ള സാധാരണ ഒരു ലേമൻ, എന്നെ പോലെ സാധാരണ ഒരു ജോലി ചെയ്യുന്ന, മാസം ഒരു ചെറിയൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന, ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ, 80% ആൾക്കാരും ഇത് യൂസ് ചെയ്യാറില്ല. ഈ NSE സൈറ്റ് യൂസ് ചെയ്യാറില്ല. അവർ പലപ്പോഴും പല ചാനലിന്റെ ബാക്കിലാണ്, പല CNN ഇതേപോലത്തെ ചാനലിന്റെ ബാക്കിലാണ് പോകുന്നു എന്നുണ്ടെങ്കിലും അത് തെറ്റെന്നല്ല പറയുന്നത്. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് എന്നും നല്ലതാണ്. അതിന്റെ ബേസ് എവിടെയാണ്? ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസ് എവിടെയാണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ബേസിക് ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? അത് ഇവിടെ നിന്നാണ് എല്ലാവർക്കും പോകുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ് എല്ലാവർക്കും, FII ആയിക്കോട്ടെ, DI ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ബ്രോക്കർ ആണെങ്കിലും, നമുക്ക് ഏത് ബ്രോക്കർ ആണെങ്കിലും പറയാം, സ്റ്റോക്സോ ഏത് ബ്രോക്കർ ആണെങ്കിലും പറയാം, അവരെക്കാൾ കൂടുതൽ നമുക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE. ഇത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. ഇതിനകത്ത് എല്ലാ ടാബും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങണം. അതിൽ കൂടുതൽ പ്രത്യേകിച്ച് ബേസിക് ആയിട്ട് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഉണ്ട്, മാർക്കറ്റ് സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ്. ആസ് ഓൺ 26 ഡിസംബർ 16 വൈകിട്ട് 4 മണിയുടെ ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനുശേഷം നമുക്ക് 27, 28 2 ദിവസം സാറ്റർഡേ സൺഡേ ആയിരുന്നു, അവധിയായിരുന്നു. അത് ഇൻഫർമേഷൻ ക്ലിയർ ആയിട്ട് ഇവിടെ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നുണ്ട്. ഒരു മാർക്കറ്റിന്റെ സ്നാപ്ഷോട്ട് ആണ്. അതിനകത്ത് 26-ാം തീയതി ലാസ്റ്റ് 4 മണിക്കുള്ള അപ്ഡേറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാമെന്ന്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ 3-4 കാര്യങ്ങൾ, അതായത് ഒന്ന് ടോപ്പ് ഗെയിനേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്. ടോപ്പ് ഗെയിനർ, ലൂസേഴ്സ്, മോസ്റ്റ് ആക്റ്റീവ് വാല്യൂ, ദെൻ മോസ്റ്റ് ആക്റ്റീവ് വോളിയം, ദെൻ ETF വോളിയംസ്. ഇങ്ങനെ 1, 2, 3, 4, 5 ഇങ്ങനെ 5 ടാബില് ഹെഡിങ് കൊടുത്ത് ഇതിന്റെ താഴെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ടോപ്പ് ഗെയിനറിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അതിനകത്ത് ടൈറ്റൻ എന്ന് പറയുന്ന ഒരു കമ്പനി, ഓക്കെ, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ചേഞ്ച്? അതിനകത്ത് 2% ഗ്രീനിലാണ് ഇവർ ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ ടൈറ്റൻ എന്ന് പറയുന്ന കമ്പനി 2% അവരുടെ പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്യുന്ന 2% ഹൈ ഗ്രീനിലാണ് അവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഓരോ കമ്പനിയും, ഹിൻഡാൽകോ, നെസ്ലെ, NTPC, ഇങ്ങനെ ഓരോ കമ്പനിയും ടോപ്പ് ഗൈനേഴ്സിലുണ്ട്. ആദ്യത്തെ 1, 2, 3, 4, 5 കമ്പനി, സിപ്ല, ഈ 5 കമ്പനിയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിലും ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്നിരിക്കുന്നതും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നതും ഈ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ വലിയ വോളറ്റാലിറ്റി ഇല്ലാത്തപ്പം, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വോളറ്റാലിറ്റി ഇല്ലാത്തപ്പം, നിങ്ങളത് ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓപ്ഷൻ ബയറിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓപ്ഷൻ സെല്ലറിന് നിങ്ങളുടേതായ സ്ട്രാറ്റജീസ്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലർ ആകാവുന്നതാണ്. ഇതിനകത്ത് ഈ 2% മുകളിൽ പോയി നമുക്ക് എന്തുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് നിഫ്റ്റി 50-യിലുള്ള ഗെയിനേഴ്സ് ആണ്. ഞാൻ വ്യൂ മോർ കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. വ്യൂ മോറിൽ ഫുൾ ഡേ ടൈം ഇവിടെ വരുന്നുണ്ട്. ടോപ്പ് 20 ഗെയിനേഴ്സ്, ലൂസേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ടോപ്പ് 20-ൽ നമുക്കിവിടെ വലിയ നിഫ്റ്റി 50-യിലുള്ള വലുതായിട്ടുള്ള നമുക്ക് ഗ്രോത്ത് ഇവിടെ വലുതായിട്ട് ഈ 2% കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം 1% താഴെയാണ് മൂവ് നടന്നിരിക്കുന്നത്. 1% താഴെയാണ് ബാക്കിയുള്ള സിമ്പിൾസ് ഒക്കെ, സ്റ്റോക്ക് സിമ്പിൾസ് ഒക്കെ ബിസിനസ് നടന്നിരിക്കുന്നത്. അത് തന്നെ നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ടൊരു കാര്യം കാണിച്ചു തരാം. ഇതിനകത്ത് ഇവിടെ നിഫ്റ്റി 50 എന്ന് പറഞ്ഞൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ നേരെ FNO സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യാണ്.
ഇതിനകത്ത് നോക്കിയേ, വളരെ അത്ഭുതകരമായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടുത്തെ നോക്കിയേ 12% RVNL ഗ്രോത്ത്. എത്രയാണ്? 12%. 346 ഓപ്പൺ ചെയ്ത് 300 ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 387 അവർ ക്ലോസ് ചെയ്തേക്കുന്നത്. എന്താ ഗ്രോത്ത് അല്ലെ? 12%. അതേപോലെ 9%, 5%, 5%, 3%, 2%, 2.5%, എല്ലാം നോക്കിയേ, എല്ലാം ഇത്രയും ഗ്രോത്ത് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തുകൊണ്ട് ഈ 12%-ൽ 1% നമുക്ക് ക്യാച്ച് ചെയ്തുകൂടാ? ഒരു ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ അതുപോട്ടെ, അറ്റ്ലീസ്റ്റ് ഈ 9% ഏതെങ്കിലും ഒന്ന് നമ്മൾ ഒരു ഓപ്ഷൻ ബയർ ആയിട്ട് മാറിയെന്നുണ്ടെങ്കിൽ, ഓപ്ഷൻ ബയറിനാണ്, ഓപ്ഷൻ ബയറിംഗ് ആണ്. സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് സ്റ്റോക്കിൽ ചെയ്യാം, ക്യാഷ് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് ആണ് ഇതൊക്കെ. FNO ആണെന്നുണ്ടെങ്കിലും ക്യാഷ് മാർക്കറ്റിലും ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കുറെ കാര്യങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു നല്ലൊരു കൺക്ലൂഷൻ വന്നതുണ്ട്. ഒരു കുറേ മാസത്തിന്റെ ഒരു റിസർച്ചിന്റെ ഒരു പ്രതിഫലനമായിട്ട് നല്ലൊരു ഇൻഫർമേഷൻസ് ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റി ഇതിൽ നിന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽ ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ. ഇന്ന് മുതൽ നമുക്ക് അതായത് മോസ്റ്റ് ആക്റ്റീവായിട്ട് രാവിലെ തന്നെ ഒരു എന്താ പറയുക, പ്രീ മാർക്കറ്റിൽ തന്നെ, മാർക്കറ്റ് തുടങ്ങുന്നതിന് മുന്നേ 9:15 മുന്നേ തന്നെ 9, 7, 8 പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7-8 മിനിറ്റിനകത്ത് തന്നെ ഏതാണ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുകയും അതിന്റെ പോയിന്റ് ഓഫ് കൺട്രോൾ, അതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ്, അതിന്റെ പോയിന്റ് ഓഫ് കൺട്രോൾ പ്രീമിയത്തിന്റെ പ്രൈസും ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനൽ നോക്കുക. ഇന്ന് നമുക്ക് ഇതാണ് ലെവൽ. നിങ്ങൾക്കറിയാം ഇന്നും വലിയ ഇതില്ല, ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. കാര്യത്തിൽ ഇന്ന് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 65 രൂപയാണ്, 65 റുപ്പീസ് ആണ് POC. ഇത് നിഫ്റ്റിയിലെ ഫ്യൂച്ചറിന്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ചാർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ലെവൽസ്, ഇതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. വേറൊരു ഇൻഫർമേഷൻ വേറൊരു കാര്യങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.